മലപ്പുറം പൊന്നാനിയിൽ CPM പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. പൊന്നാനി എരമംഗലത്ത് CPM ലോക്കൽ കമ്മിറ്റി ഓഫീസിനുള്ളിൽ DYFI പ്രവർത്തകർ തന്നെ അടിച്ചു തകർത്തു. എരമംഗലം മൂക്കുതല ഉത്സവത്തിനിടെ ഉണ്ടായ തർക്കത്തെ തുടർന്നുള്ള സംഘർഷമാണ് ഇപ്പോൾ സംഭവിച്ചത്. ഇന്ത്യാസ് കരീം ചേരുന്നുണ്ട്. ഇന്ത്യാസ്, മലപ്പുറം പൊന്നാനിലെ CPM പ്രവർത്തകർ തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ കാരണം എന്താണ്? ഏത് തരത്തിലാണ് ഇപ്പോഴത്തെ അന്തരീക്ഷം? രതീഷ, കഴിഞ്ഞ ദിവസമാണ് മലപ്പുറം എരമംഗലത്ത് CPM പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമുണ്ടായത്. അവിടെ ഒരു ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു. എരമംഗലത്തെ മൂക്കുതല ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഈ വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു തർക്കം. ആ തർക്കത്തിൽ നിന്നാണ് ഇത് CPM പ്രവർത്തകർ തമ്മിലുള്ള ഏറ്റുമുട്ടലായിട്ട് മാറുന്നത്. അവിടെ എരമംഗലത്തുണ്ടായിരുന്ന CPM ലോക്കൽ കമ്മിറ്റി ഓഫീസുണ്ട്. ആ ലോക്കൽ കമ്മിറ്റി ഓഫീസിനുള്ളിൽ തന്നെയാണ് DYFIയുടെ ഓഫീസും ഉള്ളത്. അവിടേക്ക് ചില ഡിവൈഎഫ്ഐക്കാർ കയറി ചെന്ന് DYFI ഓഫീസിനുള്ളിലെ സാധനങ്ങൾ അടിച്ചു തകർത്തതാണ്. ഓഫീസിലുണ്ടായിരുന്ന മൊബൈൽ ഫ്രീസർ, ബൾബ്, TV ഉൾപ്പെടെയുള്ള വസ്തുക്കൾ അടിച്ചു തകർത്തു എന്നുള്ളതാണ് കാര്യം. എന്നാൽ ഇതിലിപ്പോൾ വെളിയംകോട്ട് CPM പ്രവർത്തകരാണ്, അതായത് എരമംഗലത്ത് നിന്ന് മാറി വെളിയംകോട്ട് CPM പ്രവർത്തകരാണ് എരമംഗലത്ത് വന്ന് സംഘർഷമുണ്ടാക്കിയത് എന്നാണ് എരമംഗലത്തെ CPM പ്രവർത്തകർ പ്രധാനമായിട്ടും ആരോപിക്കുന്നത്. എന്നാൽ വെളിയംകോട്ട് CPM പ്രവർത്തകർ പറയുന്നത് വെളിയംകോട്ട് ഒരൊറ്റ പാർട്ടി അംഗങ്ങളും അങ്ങോട്ടേക്ക് എരമംഗലത്തേക്ക് വന്ന് സംഘർഷമുണ്ടാക്കിയിട്ടില്ല എന്ന കാര്യം വെളിയംകോട്ടെ CPM പ്രവർത്തകരും പറയുന്നുണ്ട്. എന്നാൽ പിന്നാലെ ഇതിപ്പോൾ CPM ജില്ലാ കമ്മിറ്റി തന്നെ ഇതിൽ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള, സംഗതി ഒന്നും പുറത്തു വരാത്ത രീതിയിൽ തന്നെ പരിഹരിക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിന്റെയൊക്കെ പശ്ചാത്തലം എന്ന് പറയുന്നത് 2021 തിരഞ്ഞെടുപ്പിൽ അവിടെ ടി എ സിദ്ദീഖിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് വലിയ വിഭാഗീയ പ്രവർത്തനങ്ങൾ 2021 ഈ എരമംഗലത്ത് നടന്നിരുന്നു. ടി എ സിദ്ദീഖിന് സ്ഥാനാർത്ഥിത്വം ലഭിച്ചിരുന്നില്ല. അതേ തുടർന്ന് അവിടെ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടന്നു പോരുന്നതാണ്. അതിന്റെ ബാക്കി പത്രമാണ് കഴിഞ്ഞ ദിവസം ഉത്സവത്തിനിടയിലും ഉണ്ടായത് എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. രതീഷ്, ശരി. ഇന്ത്യാസ് കരീമാണ് വിവരങ്ങൾ നൽകിയത്.